ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനും അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷനുമാണ്. കമ്മീഷനുകൾ എല്ലാ എക്സാമുകളിലും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിലബസിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കമ്മീഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ വനിതാ കമ്മീഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയുടെ വനിതാ കമ്മീഷനിൽ ദേശീയ വനിതാ കമ്മീഷനും അതുപോലെ സംസ്ഥാന വനിതാ കമ്മീഷനുമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് പോവാം. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത് 1990. ഓർത്ത് വയ്ക്കുക, ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത് 1990. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവൻ എവിടെയാണ്? ന്യൂഡൽഹി എന്ന് ഓർത്ത് വയ്ക്കുക. നിർഭയ ഭവൻ, ന്യൂഡൽഹി. ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായിക്. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് എന്ന് ചോദിക്കാം കേട്ടോ. ഇപ്പോഴത്തെ ലെവലിൽ ചോദിക്കാം. ഈ താഴെ തന്നിരിക്കുന്ന കുറച്ച് പോയിന്റുകൾ തന്നിട്ട് തെറ്റായ ഒരു പോയിന്റ് തന്നിട്ട് ഇതിൽ തെറ്റായത് ഏത് എന്ന് ചോദിക്കാം. ഓക്കെ, അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി ചോദിച്ചാൽ 3 വർഷവും 65 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, 65 വയസ്സാണെങ്കിൽ അത് മാറ്റും. 3 വർഷം ആവണമെന്ന് ഇല്ല. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ രാഷ്ട്ര മഹിള മന്ത്ലിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇംഗ്ലീഷിലും അതുപോലെ ഹിന്ദി ഭാഷയിലും ഇത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ രാഷ്ട്ര മഹിള എന്ന് പഠിച്ചു വയ്ക്കുക. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. പ്രീവിയസ് ഇയർ ചോദ്യം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആര് എന്ന് ചോദിക്കാം. അലോക് റാവത്ത്. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിത ഗിരിജ വ്യാസ്. ഓർത്തു വയ്ക്കുക. ഏതൊക്കെ വർഷമാണെന്ന് നമുക്ക് വരുന്ന സെക്ഷനിൽ നോക്കാം. അടുത്തോ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉൾപ്പെടുന്നത്. അത് വനിതാ കമ്മീഷൻ നിയമത്തിൽ സെക്ഷൻ 3 പറയുന്നത് എന്ന് കൂടി പഠിച്ചേക്കാം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത് 1990. കമ്മീഷൻ നിലവിൽ വരുന്നത് 1992 ജനുവരി 31. ആസ്ഥാനം നിർഭയ ഭവൻ, ഡൽഹിയാണ്. ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി ചോദിച്ചാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. അത് മന്ത്ലിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലും പ്രസിദ്ധീകരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ അലോക് റാവത്ത് എന്ന് ഓർത്തിക്കുക. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജ വ്യാസ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത്. 5 അംഗങ്ങളും ചെയർമാനെയും കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ വനിതാ കമ്മീഷൻ നിയമത്തിൽ ഈ സെക്ഷനാണ് സെക്ഷൻ 3 എന്ന് പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രഥമ മെമ്പർ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ ഉമാ പിള്ള എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിൽ പ്രഥമ മെമ്പർ സെക്രട്ടറിയാണ് ഉമാ പിള്ള എന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കാൻ അധികാരമുള്ളത് ആരെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരാണ്. നിയമിക്കുന്നത് ആരെന്ന് വെച്ചാലും കേന്ദ്ര സർക്കാരാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ കിഷോർ റെഹത്കർ. ഓക്കെ, വിജയ് കിഷോർ റെഹത്കർ. എന്താണ് പ്രത്യേകത? വിജയ് കിഷോർ റെഹത്കർ മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു. വിജയ കിഷോർ റെഹത്കർ കാലഘട്ടം 2016-21. ഇപ്പോൾ 2016-21 മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വിജയ് കിഷോർ റെഹത്കർ എന്ന് പഠിക്കുക. ഇത് എന്താ ഇവിടെ പഠിക്കേണ്ട ആവശ്യം? നമ്മുടെ ചോദ്യത്തിൻ്റെ വ്യാപ്തി നിങ്ങൾക്കറിയാം. ഈ അടുത്ത കഴിഞ്ഞ എക്സാമിന് പോലും ചോദ്യങ്ങൾ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് എന്തൊക്കെ കിട്ടുമോ അഡീഷണൽ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, വനിതാ കമ്മീഷൻ പറഞ്ഞപ്പോൾ 2-3 പോയിന്റുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കണം. എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8
8 അതിനോട് പഠിക്കുക ദേശീയ വനിതാ ദിനമുണ്ട് ഫെബ്രുവരി 13. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു. 1925 INC പ്രസിഡന്റ് ആയത് സരോജിനി നായിഡു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിയോടൊപ്പം പോയത് സരോജിനി നായിഡു. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള സരോജിനി നായിഡു ആണ് ദേശീയ വനിതാ ദിനമായ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമെന്ന് ഓർത്തിരിക്കുക. അടുത്ത ഭാരത സർക്കാർ സ്ത്രീ ശാസ്ത്രീകരണ വർഷമായി പ്രഖ്യാപിച്ചത് 2001 ഓർത്തിരിക്കാൻ മറന്നു വരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീ ശാസ്ത്രീകരണ ദേശീയ നയം നടപ്പിലാക്കിയ വർഷവും 2001 എന്ന് പഠിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. അടുത്തൊരു എക്സാമിന് ചോദിക്കാം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ രൂപീകരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? PV നരസിംഹറാവു എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളതോ കേന്ദ്ര സർക്കാരിനാണ്. നീക്കം ചെയ്യാനും നിയമിക്കുന്നതിന് അധികാരമുള്ളതോ കേന്ദ്ര സർക്കാരാണ്. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ റെഹുത്കർ ആണെന്ന് ഓർത്തിരിക്കുക. മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നു വിജയ് കിഷോർ റെഹുത്കർ. ഏത് വർഷമെന്ന് ചോദിച്ചാൽ 2016-21. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 എന്ന് ഓർത്തിരിക്കുക. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനം. ഭാരത സർക്കാർ സ്ത്രീ ശാസ്ത്രീകരണ വർഷമായി ആചരിച്ചത് 2001. ഇന്ത്യയിൽ സ്ത്രീ ശാസ്ത്രീകരണ ദേശീയ നയം നടപ്പിലാക്കിയ വർഷം 2001. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു എന്ന് ഓർത്തിരിക്കുക. വനിതകളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ടോപ്പിക്ക് നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതാണ്, വനിതകളുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതിനകത്ത് കുറേയേറെ നിയമങ്ങളും കുറേ വിശദമായ പോയിന്റുകളുമായിട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് രാമസ്വാമി വെങ്കിട്ടരാമൻ. ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക, രാമസ്വാമി വെങ്കിട്ടരാമനാണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് ഓർത്തു വയ്ക്കുക. വനിതാ സംവരണമായ നാരീശക്തി വന്ദൻ അധിനിയമം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി? 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 2023. ഓർത്തുക, നാരീശക്തി വന്ദൻ അധിനിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്ന് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് 2023 സെപ്റ്റംബർ 28. എന്താണ് നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് എത്ര ശതമാനം? 33% സംവരണം ഏർപ്പെടുത്തിയ നിയമമാണ്. 33% സംവരണം ഏർപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ പഠിക്കുക, അന്താരാഷ്ട്ര വനിതാ വർഷം 1975. 1975 മാർച്ച് 8 മുതലാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 ആയിട്ട് ആചരിച്ചു തുടങ്ങിയത് എന്ന് കൂടി ഈ അവസരത്തിൽ ഓർത്തു വയ്ക്കുക. ഒന്നുകൂടെ പറയാം, ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് രാമസ്വാമി വെങ്കിട്ടരാമൻ. വനിതാ സംവരണമായ നാരീശക്തി വന്ദൻ അധിനിയമം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ 106ാം ഭരണഘടനാ ഭേദഗതി എന്ന് പഠിക്കുക. പാർലമെൻറ്റ് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്നതാണ് നാരീശക്തി വന്ദൻ അധിനിയമം എന്ന് ഓർത്തിക്കാം. അന്താരാഷ്ട്ര വനിതാ വർഷം 1975 എന്നുകൂടി ഓർത്തിക്കാം. അടുത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ടത് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചവർ ആരൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. 1992-95 ജയന്തി പട്നായിക്, 95-98 വി മോഹിനിഗിരി, 99-2002 വിഭ പാർത്ഥസാരഥി, 2002-2005 പൂർണിമ അദ്വാനി, 2005 മുതൽ 2008 വരെ ഗിരിജ വ്യാസും, 2008 മുതൽ 2011 വരെ വീണ്ടും ഗിരിജാദാസുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗിരിജ വ്യാസ് എന്ന് ഓർത്തു വയ്ക്കുക. 2005 മുതൽ 2011 വരെ ഗിരിജ വ്യാസായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് ഓർത്തു വയ്ക്കുക. 2011 മുതൽ 2014 വരെ മമത ശർമ്മയും, 2014 മുതൽ 2017 വരെ ലളിത കുമാരമംഗലവും, 2018 മുതൽ 2024 വരെ രേഖാ ശർമ്മയും, 2024 മുതൽ നിലവിൽ വിജയ് കിഷോർ റെഹുത്കർ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത് നോക്കേണ്ടതോ
കേരള വനിതാ കമ്മീഷൻ. കേരള വനിതാ കമ്മീഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന അടുത്തൊരു പോയിന്റാണ്, ഭാഗമാണ്, പഠിച്ചു വെക്കേണ്ട ഭാഗം. കേരള വനിതാ കമ്മീഷൻ നോക്കാം. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. എത്രാം വകുപ്പ് പ്രകാരം? 5-ാം വകുപ്പ് പ്രകാരം. എന്നാൽ ഇതൊക്കെ നിലവിൽ വരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം. 90-ലാണ് ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതും എല്ലാം നടക്കുന്നത്. പക്ഷേ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്ന വർഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്. നമുക്ക് നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ്റെ മാതൃകയിൽ 1990 കേരള സംസ്ഥാനത്ത് കേരള വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കി. അപ്പോൾ ബില്ല് തയ്യാറാക്കിയെങ്കിൽ അതിന് കുറേ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ബില്ല് തയ്യാറാക്കിയ ഉടനെയൊന്നും പാസ്സാക്കി കിട്ടിയില്ല. ഗവർണർ എന്ത് ചെയ്തു? ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം പാസ്സാക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. കേരള വനിതാ കമ്മീഷൻ നിയമം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 1995 സെപ്റ്റംബർ 15-നാണ്. ഈ 1995 സെപ്റ്റംബർ 15 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോൾ അത് നിയമമായി മാറുന്നു. എന്നാൽ പക്ഷേ കേരളത്തിൽ അത് നിയമമായി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1995 ഡിസംബർ 1-നാണ്. ഇത്രയും കാലഘട്ടം 6 മാസത്തിന് ശേഷമാണ് എന്ത് ചെയ്തത്? നിയമമായിട്ട് നിലവിൽ വന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത് ഈ ബില്ല് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തികളെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അന്നത്തെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ പുസ്തകങ്ങൾ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അന്നത്തെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മയുടെ മാർഗനിർദ്ദേശത്തിലും അതുപോലെ തന്നെ ഇതിന് ബില്ലിന് കരട് തയ്യാറാക്കുന്നതിൽ നിയമ ഉപദേശം നൽകിയത് ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യ പൂറ്റി എന്നിവരുടെ നിയമ ഉപദേശവും അതുപോലെ തന്നെ വിവിധ വനിതാ സംഘടനകളുടെ നിർദ്ദേശത്തിൽ പ്രകാരമാണ് ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത്. ഓക്കെ, അടുത്ത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നു വെച്ചാൽ 1996 മാർച്ച് 14. 90-ൽ തുടങ്ങിയ സാധനം എപ്പോഴാണ് നിലവിൽ വന്നത്? 96-ലാണ്, മാർച്ച് 12. ഓർത്തു വയ്ക്കുക. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം എന്നുകൂടി ഓർത്തു വയ്ക്കുക. പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി പറയുന്നു. 1990-ലെ കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ 90-ൽ തന്നെ രൂപീകരിക്കപ്പെട്ടില്ല. അതിന് പിറകെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ മാതൃകയിൽ 1990 കേരള സംസ്ഥാനത്ത് വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കി. ബില്ല് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തികളായിരിക്കും വെച്ചാൽ അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മയും മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ നിയമോപദേശം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യറും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പൂറ്റിയുമാണെന്ന് ഓർത്തു വയ്ക്കുക. അതിനുശേഷം ഇത് ഗവർണർ ഒപ്പിടുന്നില്ല. നേരെ എന്ത് ചെയ്യുന്നു? കേന്ദ്രത്തിൽ, അതായത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു 1995 സെപ്റ്റംബർ 15 ഒപ്പുവെച്ചെങ്കിലും എന്ത് ചെയ്യുക? നിലവിൽ വന്നില്ല. നിലവിൽ വന്നത് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന 1995 ഡിസംബർ 1-നാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് 96 മാർച്ച് 14. സംസ്ഥാന ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരം എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത് എന്ന് പഠിച്ചു വയ്ക്കാം. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 5 വർഷം എന്നുകൂടി പഠിച്ചു വയ്ക്കാം. അടുത്ത ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യം, ആദ്യ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കവി സുഗതകുമാരി. നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് അഡ്വക്കേറ്റ് P സതീദേവി. അപ്പോൾ കേന്ദ്ര വനിതാ കമ്മീഷനിലുള്ളതുപോലെ തന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഓർത്തു വയ്ക്കുക. അടുത്ത വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി AK ആൻ്റണി എന്നുകൂടി ഓർത്തു വയ്ക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമുണ്ട്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി 5 വർഷം. ആദ്യ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരി. നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി. കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി AK ആൻ്റണി എന്ന് കൂടി പഠിക്കുക. കേരള വനിതാ കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? അന്യായമായ നടപടികളെക്കുറിച്ചുള്ള പരാതി അന്വേഷിച്ച് തീരുമാനമെടുക്കുക. ഈ
നടപടികളിൽ സ്വീകരിക്കണമെന്ന് എന്ത് നടപടി എടുത്ത തീരുമാനങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാം. ശുപാർശ ചെയ്യുന്നത് വനിതാ കമ്മീഷൻ. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ചും അന്വേഷണങ്ങൾ നടത്തുന്നതും നിക്ഷേപ വിഭാഗത്തിൻ്റെ തലവനായ KWC ഡയറക്ടറാണ് കേട്ടോ. സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് നിക്ഷേപ വിഭാഗത്തിൻ്റെ തലവനായ KWC ഡയറക്ടറാണ്. അടുത്ത, സ്ത്രീകളുടെ സാമൂഹിക സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതും കമ്മീഷൻ്റെ ചുമതലയാണ്. സംസ്ഥാന പൊതുസേവനത്തിലും സംസ്ഥാന പൊതു സംരംഭങ്ങളിലും സ്ഥാനക്കയറ്റത്തിലും നിയമനത്തിലും സ്ത്രീകൾക്ക് തുല്യ അവസരം കമ്മീഷൻ ഉറപ്പുവരുത്തുന്നു. മുകളിൽ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ ആവശ്യമെങ്കിൽ സർക്കാരിന് നടപടിക്കായി കമ്മീഷൻ ശുപാർശ നൽകാൻ കഴിയും എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ചവർ ആരൊക്കെയാണ് എന്ന് നോക്കാം. 96 2001 സുഗതകുമാരി. ആദ്യത്തേത് സുഗതകുമാരി എന്ന് പഠിച്ചിട്ടുണ്ട്. 2001 2002 വരെ ജസ്റ്റിസ് D ശ്രീദേവി. മൂന്നാമത്തത് 2002 മുതൽ 2007 വരെ ശ്രീ M കമലം കേട്ടോ, ശ്രീമതി കമലമാണ്. അടുത്ത 2007 മുതൽ 2012 വരെ ജസ്റ്റിസ് D ശ്രീദേവി. 2012 മുതൽ 2017 വരെ KC റോസക്കുട്ടി. 2017 മുതൽ 2021 വരെ MC ജോസഫൈനാണ്. 2 മാസം ഈ 2021 കാലഘട്ടത്തിൽ 2 മാസം വ്യാഖ്യാനായിട്ട് കടന്നു. 2021 അഡ്വക്കേറ്റ് P സതീദേവിയാണ് സ്ഥാനം ഏറ്റെടുത്തത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്നാൽ കഴിയുന്ന ഭാഗങ്ങൾ പോയിന്റുകൾ ഈ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ, പുതിയ പോയിന്റുകൾ കണ്ടെത്തി വരികയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.